ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിന്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്, അതുപോലെ തന്നെ വന്നെങ്കിലും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയി അല്ലേ. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ടൊരു മൂവ് കാണിച്ചെങ്കിലും പിന്നെ അത് 2-3 ക്യാൻഡിലേക്ക് കൺസോൾട്ടേറ്റ് താഴോട്ട് ഒരു മൂവ്മെന്റ് കാണിച്ചിട്ട് പിന്നെ മുകളോട്ട് നമുക്കൊരു അപ്പ് മൂവ്മെന്റ് തന്നില്ലേ. ആ അപ്പ് മൂവ്മെന്റ് തന്നതിൽ ആ ആ ആ 15 മിനിറ്റിന് ശേഷം കാണിച്ച ഹൈന്ന് പിന്നെ മാർക്കറ്റ് മുകളോട്ട് പോയില്ല. അവിടുന്ന് പിന്നെ പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് താഴോട്ട് വന്നു, പിന്നെ മുകളോട്ട് പോയി. നമ്മൾ അവിടുന്ന് ചെറിയൊരു ട്രേഡ് എടുത്തെങ്കിലും നമുക്കത് വലിയൊരു ബെനിഫിറ്റ് അതിനകത്ത് കിട്ടിയില്ല. ലാസ്റ്റ് വരെ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ നമുക്കൊരു കോസ്റ്റിൽ നമ്മൾ ഇറങ്ങേണ്ടി വന്നു അല്ലേ. അപ്പോൾ ആ ഫസ്റ്റ് ഹൈ വന്ന എസിലിട്ടാണ് നമ്മൾ ട്രേഡ് എടുത്തത്. എനിവേ നമുക്ക് നഷ്ടമൊന്നും പറ്റിയില്ല, കോസ്റ്റ് നമ്മൾ ഇറങ്ങി. അപ്പം മാർക്കറ്റ് ആണെങ്കിൽ ഇന്ന് മൊത്തത്തിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജാണ്. മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് യാതൊരു ഐഡിയയും ഇല്ലാതെ മാർക്കറ്റ് ഇന്ന് വട്ടം കറങ്ങുമായിരുന്നു. നമ്മൾ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ മുമ്പോട്ടുള്ള വഴി ഭയങ്കര ദുർഘടമാണ്. അപ്പം നമുക്കിനി നാളത്തേക്ക് നമുക്ക് എന്തുവാ ചിന്തിക്കേണ്ടതെന്നുള്ളതാണ്. നാളെ നമുക്ക് ലെവലുകളൊന്നും മാറാനൊന്നുമില്ല. ലെവലുകളൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ നടക്കുകയാണെന്ന് ഈ പച്ച ഗ്രീൻ ലൈൻ അങ്ങ് മാറ്റിയേക്കാം. നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. നമുക്കിപ്പോൾ ഇന്നത്തെ ഹൈ ആണ് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ആ ഇന്നത്തെ ഹൈ നമുക്കത് ഒരു റെസിസ്റ്റൻസോട് കണക്കാക്കിയിട്ട് അവിടുന്ന് ഫർദർ 13,200 വരെ പോകുമോ ഇല്ലയോ എന്നുള്ളത് വേണം നമ്മൾ നോക്കിക്കാണാൻ. ഇന്ന് രാത്രികളത്തെ US മാർക്കറ്റിന്റെ പിന്നെ ഗതി നിയന്ത്രണങ്ങളോടെ നമ്മൾ അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പം നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇന്നത്തെ ഹൈ ആയിരിക്കും. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ താഴെ കണ്ട ആ ബേസ് ലൈനാണ് നമ്മുടെ, അതായിരിക്കും ഫസ്റ്റ് നമുക്ക് ഉള്ള ഫസ്റ്റ് ടാർഗറ്റ്. അതായത് ഇതിനിടയിൽ കൺസോളിഡേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ട്രേഡ് ഇല്ല. ഓക്കെ, നമ്മൾ താഴോട്ട് നേരത്തെ വരച്ച ആ 3 ലൈൻ തന്നെയാണ് നമുക്ക് താഴോട്ടുള്ള ടാർഗറ്റ്. മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ 13,200 ആയിരിക്കും നമുക്ക് ടാർഗറ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതിനിടയിൽ കൺസോളിഡേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നുള്ളത് വേണം നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ മുകളിലത്തെ റെസൻസ് ലൈന് ബ്രേക്ക് ചെയ്യുന്നോ ഇല്ലയോ നോക്കുക. അതിനുശേഷം അവിടുന്ന് നമുക്കൊരു ട്രേഡ് എടുക്കാം. അങ്ങനെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാതെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ ഒരു പി നമുക്ക് നോക്കാൻ, താഴോട്ടൊരു ട്രേഡ് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ട്രേഡ് അവിടെ കിട്ടും. അപ്പം ഇന്ന് രാത്രിയിലത്തെ ഗ്ലോബൽ സെന്റിമെന്റ്സോട് നോക്കിയിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിനകത്തിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ എവരിബഡി.